എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈസി ആയിട്ട് ഒരു ബീഫ് കട്ട്ലറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും എപ്പോൾ കൊടുത്താലും എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്നൊരു, നമ്മളത് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല സ്വാദോടുകൂടി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയൊരു ബീഫ് കട്ട്ലറ്റാണിത്. നമ്മളിപ്പോൾ 1-2 കിലോ ബീഫ് മേടിക്കുകയാണെങ്കിൽ അത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ബീഫ് മസാല, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം ചേർത്ത് നമ്മൾ വേവിച്ചതിൽ നിന്ന് ഒരു ഭാഗം കട്ട്ലറ്റിനായിട്ട് എടുത്താൽ മതി. എല്ലില്ലാത്ത ബീഫ് മൊത്തത്തിൽ വേവിച്ചതിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സിയുടെ ബൗളിലിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ 2-3 ഉരുളക്കിഴങ്ങ് അത് വേവിച്ചുടച്ചെടുത്തു. പച്ചമുളക്, നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ഇട്ടൊക്കെ വേവിച്ചാണ്, എന്നാലും ഇഞ്ചി വേണം. പിന്നെ 3 സവാള കുത്തി അരിഞ്ഞത്, 2 മുട്ട അടിച്ച് വെച്ചത്, പിന്നെ വേണ്ടത് റസ്ക് മിക്സിയിലിട്ട് പൊടിച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് വഴറ്റണം. പച്ചമുളക് കൂടെ ഇട്ട് കൂടുതൽ നേരം വഴറ്റണമെന്നില്ല. ഇതൊക്കെ ഒന്നൊരു കളർ മാറിക്കഴിയുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് ബീഫ് ഇടാവുന്നതാണ്. ഇത്രയും മതി. ഈ കളറിൽ വന്നു കഴിയുമ്പോൾ തന്നെ അതിലേക്ക് ബീഫ് ഇടാം. ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചുടച്ച് വെച്ചിരുന്നത് അതും കൂടെ കൂട്ടി നന്നായിട്ട് കുഴയ്ക്കണം. അതൊക്കെ ബീഫിൻ്റെ ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മുടെ കയ്യിലുള്ള സ്പൂണുകൾ വെച്ച് നമുക്ക് ഷേപ്പാക്കിയെടുക്കാം. അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ കട്ടറായിട്ട് മേടിക്കാനും കിട്ടും. നമുക്ക് ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫായതുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ അത് മിക്സിയിൽ ബൗളിൽ ഇട്ട് വേഗം എടുക്കാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ തന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതുപോലെ ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ വറുത്ത് കോരി ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചാൽ പിന്നീട് നമുക്കത് ആവശ്യം പോലെ വറുത്തെടുക്കാം. ആദ്യം മുട്ട അടിച്ച് വെച്ചതിൽ വെച്ചിട്ട് റസ്കിൽ നമ്മൾ നനഞ്ഞ കൈ ആവരുത് റസ്കിൽ ഇത് ചെയ്യുമ്പോൾ. മുട്ട മുക്കണത് ഒരു കൈ കൊണ്ട്, റസ്കിൽ ഇത് ചെയ്യുന്നത് മറ്റേ കൈ കൊണ്ട് വേണ്ടി വരും. അപ്പോൾ കൈയെല്ലാം ഒട്ടിപ്പിടിച്ച് വരില്ല. പിന്നെ വറക്കാൻ നമ്മൾ വാവട്ടം കുറഞ്ഞ പാത്രമാണെങ്കിൽ അതിൽ കുറച്ച് മുങ്ങി കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ വറുത്ത് വരുമ്പോൾ അത് നല്ല ഷേപ്പിൽ വരും. പാതി മുങ്ങിട്ട് തുടങ്ങി ചിലപ്പോൾ മുകൾ വശം പൊട്ടിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. സ്വാദിഷ്ടമായ
കട്ട്ലറ്റ് റെഡി. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം.